റോണി പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. ഞാൻ റോണിയെ വിളിച്ചിട്ടില്ല. അല്ലെങ്കിലും എനിക്ക് താരെ കുറിച്ച് ഒന്നും അറിയില്ലെന്ന് റോണിക്ക് അറിയില്ലേ? നീ ഒരുപാട് കാര്യം കളിക്കല്ലേ. എന്നെ മണ്ടനാക്കാന്നൊക്കെ നിനക്ക് തോന്നും. അത് നിന്റെ അതിബുദ്ധി. നിന്റെ ഫോണിൽ നിന്നാ ഇന്ന് എനിക്ക് കോള് വന്നത്. എന്റെ ഫോണിന്നോ? റോണിക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? എന്റെ ഫോണിൽ നിന്ന് അങ്ങനെ താരെ കുറിച്ച് പറഞ്ഞു വിളിക്കുന്നത് ആരാ? ഞാനല്ലാതെ ഇന്നത്തെ ദിവസം എന്റെ ഫോൺ മറ്റാരും യൂസ് ചെയ്തിട്ടില്ല. നിന്റെ കൈ ഇരിക്കുന്ന നമ്പരിൽ നിന്നല്ല, വേറെ ഏതോ നമ്പരിൽ നിന്നാ നീ എന്നെ വിളിച്ചത്. ഞാൻ അറിയാതെ ഏതോ രഹസ്യ നമ്പർ നീ എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇനി നീ ഒന്നും മറച്ചു വെക്കണ്ട. ഇതെന്തൊരു പരീക്ഷണോ? ഇങ്ങനെയുണ്ടോ ഒരു പീഡനം? ജാനട്ടെ, നിന്നെ സൂക്ഷിക്കണമെന്ന് ഡാഡി മുമ്പേ എന്നോട് പറഞ്ഞിട്ടുള്ളതാ. ഞാൻ പക്ഷെ അതൊന്നും വലിയ കാര്യമായിട്ട് എടുത്തില്ല. ഇപ്പൊ എനിക്ക് മനസ്സിലായി, നീ ഞാൻ കരുതുന്ന പോലെയൊന്നും അല്ല. നിന്റെ മനസ്സിലെ പ്ലാനും പദ്ധതികളൊക്കെ വേറെയാ. റോണി, വെറുതെ ഇല്ലാത്തത് ആലോചിച്ചുണ്ടാക്കി എന്നോട് വഴക്കിന് വരരുത്. എന്ത് കാര്യത്തിനും ഇതുവരെ ഞാൻ റോണിയുടെ ഒപ്പം നിന്നിട്ടേ ഉള്ളൂ. അതെ, അതായിരുന്നല്ലോ നിന്റെ ആവശ്യവും. എന്റെ ഒപ്പം നിൽക്കുക, എന്നിട്ട് എനിക്കിട്ട് തന്നെ പണിയുക. ഇപ്പൊ എന്താ ഇങ്ങനെയൊക്കെ പറയാൻ കാരണം? ഏതോ ഒരു ഫോൺ കോൾ ആണോ എന്റെ സത്യസന്ധതയും വിശ്വാസ്യതയും ഇല്ലാതാക്കിയത്? താരയുടെ തിരോധാനവും ഇപ്പോഴത്തെ നിന്റെ ഈ പെരുമാറ്റവും കാണുമ്പോ എന്തൊക്കെയോ ചില പൊരുത്തക്കേടുകൾ എനിക്ക് തോന്നുന്നുണ്ട്. എന്റെ ഒപ്പം നീ എന്തിനും ഏതിനും നിന്ന് തന്നെ ഒരു ക്രിമിനൽ മൈൻഡ് നിനക്കുണ്ടെന്നുള്ളതിന് തെളിവാ. ഇത് ഞാൻ കേൾക്കണം. എല്ലാത്തിനും കൂടെ നിന്നതായി ഇപ്പൊ എന്റെ തെറ്റ് അല്ലേ? റോണി തന്നെ ഇതൊക്കെ പ്ലാൻ ചെയ്തു. ഞാൻ സഹകരിച്ചില്ലെങ്കിൽ അത് റോണിയോട് സ്നേഹമില്ലാത്തത് കൊണ്ടാണെന്ന് പറയും. ഒപ്പം നിന്നാൽ കാല് വരാൻ തക്കം പാർക്കുകയാണെന്ന്. ഞാൻ എന്ത് ചെയ്യും? ആരെവിടെ ഉണ്ടെന്ന് നിനക്കറിയാം. എനിക്കോ? അതെ, അവൾ ഇവിടെ എവിടെയോ സുരക്ഷിതമായ ഒരു സ്ഥലത്തുണ്ട്. നീയാണ് അവളെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. മറ്റാരും അവൾക്ക് സഹായത്തിനില്ല. എനിക്കൊന്നും അറിയില്ല. ഞാൻ ചോദിക്കുമ്പോ തന്നെ നീ എല്ലാം അങ്ങ് സമ്മതിക്കുന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. പക്ഷെ ഈ റോണിയെ കുപ്പിയിൽ ഇറക്കാമെന്ന് വിചാരിച്ച അത് നടക്കത്തില്ല. എനിക്കിട്ട് പണിയുന്ന ആരാണെങ്കിലും അവരെ ഞാൻ വിടത്തില്ല. മര്യാദയ്ക്ക് താര എവിടെയുണ്ടെന്ന് പറഞ്ഞാൽ നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ നീ ഇതുവരെ കാണാത്ത ഒരു മുഖമുണ്ട് എനിക്ക്. മനസ്സിലായല്ലോ?